പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിനുള്ളിൽ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാം എന്ന വാർത്ത ഇപ്പോൾ പാകിസ്ഥാനിൽ പരക്കുകയാണ്. അതായത് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നതിൻ്റെ നിരവധി തെളിവുകളുണ്ട് എന്ന് പാകിസ്ഥാനിൽ വ്യാപകമായ ചർച്ചാ വിഷയമാകുന്നു. പാകിസ്ഥാനിൽ വലിയ ജനരോഷം ഇതിനെ തുടർന്നുണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ പട്ടാളവും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടവും മുന്നിൽ കാണുകയാണ്. അതായത് ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പില്ല എന്ന് നേരത്തെയും വാർത്തകളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും 2015 നവംബർ മാസത്തോടുകൂടി അത്തരത്തിലൊരു വാർത്ത അതിശക്തമായി തന്നെ രാജ്യത്തിനകത്ത് പ്രചരിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇമ്രാൻഖാനെ മുന്നിലേക്ക് ബന്ധുക്കൾക്ക് പ്രവേശനം അനുവദിച്ചതോടുകൂടി ആ വാർത്ത അസത്യമായി മാറുകയായിരുന്നു. അതായത് അന്ന് ഇമ്രാൻഖാൻ ജീവിച്ചിരിക്കുന്നില്ല എന്നൊരു വാർത്ത പരക്കുകയും ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരും അനുയായികളും വലിയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയും ഏറ്റവും ഒടുവിൽ ബന്ധുക്കളെ വിളിച്ച് പാകിസ്ഥാൻ അധികൃതർ ഇമ്രാൻഖാനെ നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു. അന്ന് പാകിസ്ഥാനിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അത് വഷളായിരുന്നു എന്നും അന്ന് ബന്ധുക്കൾ പുറത്തുവിട്ടിരുന്നു. അതനുസരിച്ചിട്ടാണ് പിന്നീട് ഈ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഒന്ന് തണുത്തത്. എന്തുകൊണ്ടാണ് അന്ന് അത്തരമൊരു വാർത്ത വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വീണ്ടും പല ചർച്ചകളും ഉണ്ടായിരുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത് ഇമ്രാൻഖാൻ ജയിലിനകത്ത് ഇല്ലാതായാൽ എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ്റെ പ്രതികരണമെന്ന് പാകിസ്ഥാൻ ഭരണകൂടം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാകാം എന്നതായിരുന്നു അതിൽ ഒരു വാദം. എന്തായാലും ഇപ്പോൾ അതിശക്തമായി തന്നെ ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പില്ല എന്നൊരു വാർത്ത പരക്കുകയാണ് പാകിസ്ഥാനിലെമ്പാടും. ഇതിന് വലിയ സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ ഒന്നിലധികം കാര്യങ്ങൾ തട്ടിച്ചു നോക്കിയാൽ പാകിസ്ഥാനിൽ ഇത്തരമൊരു കാര്യം സംഭവിച്ചിരിക്കാനുള്ള സാധ്യത കൂടെയാണ്, അല്ലെങ്കിൽ സാധ്യത കൂടുതലാണ് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. അതിലൊന്ന് ഒരു മാധ്യമപ്രവർത്തകൻ്റെ വെളിപ്പെടുത്തലാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വജാഹദ് സയ്യിദ് ഖാൻ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഇമ്രാൻഖാൻ ജയിലിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ സമൂഹ മാധ്യമ പേജുകളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ്, പാകിസ്ഥാൻ സൈന്യത്തിലെ തന്നെ ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ സൈനികരുടെ ഇടയിൽ തന്നെ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന വിവരമാണ് ഈ മാധ്യമപ്രവർത്തകൻ പുറത്തുവിട്ടത്. ഈ മാധ്യമപ്രവർത്തകൻ ഉദ്ധരിച്ച സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ട് പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഈ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡിയോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. പക്ഷേ സേനയ്ക്കകത്ത് ഇങ്ങനെയുള്ള പല ചർച്ചകളും നടക്കുന്നു. അതീവ രഹസ്യമായി സേനയുടെ ആഭ്യന്തര കാര്യമായി ഇങ്ങനെയുള്ള പല ചർച്ചകളും നടക്കുന്നുവെന്ന് ആണ് ഈ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന മാധ്യമപ്രവർത്തകനോട് പറയുന്നത്. ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടുവെന്നും ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പില്ല എന്നും ഏകാന്ത തടവിലായിരുന്ന അദ്ദേഹം എങ്ങനെയോ മരിച്ചു എന്നുമൊക്കെയാണ് സേനയ്ക്കകത്ത് ചില ചർച്ചകൾ നടക്കുന്നത് എന്നാണ് ഈ മാധ്യമപ്രവർത്തകന് ചോർന്നു കിട്ടിയ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജുകളിൽ തന്നെ അങ്ങനെ ഒരു വാർത്ത കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ഈ വാർത്തയെ സാധൂകരിക്കുന്ന രീതിയിൽ മറ്റ് 2 ഘടകങ്ങളുമുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് വീണ്ടും കുടുംബാംഗങ്ങൾക്ക് സന്ദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇമ്രാൻഖാനും ഇമ്രാൻഖാൻ്റെ ഭാര്യയും ജയിലിനുള്ളിലാണ്. ഒരേ കുറ്റമാണ് ഇവർക്ക് 2 പേർക്കും എതിരെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാൻ്റെ മറ്റു ബന്ധുക്കളെ, ഇമ്രാൻഖാനെയോ ഭാര്യയെയോ കാണാൻ ഇവർ അധികൃതർ അനുവദിക്കുന്നില്ല. ഇമ്രാൻഖാൻ്റെ ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ, പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ പാർട്ടിയും കുടുംബവും ഒന്നിച്ച് ഈ ഒരു ഇമ്രാൻഖാനെ ജയിലിൽ ചികിത്സിക്കാനായി അദ്ദേഹത്തിൻ്റെ ചില ഡോക്ടർമാരെ നിർദ്ദേശിച്ചിരുന്നു. അതായത് ഇമ്രാൻഖാൻ്റെ കുടുംബം നിർദ്ദേശിക്കുന്ന ഡോക്ടർമാരുടെ സംഘം, അതാണ് ഫിസീഷ്യന്മാരുടെ സംഘം. ആ സംഘത്തെയോ അതുപോലെ തന്നെ അഭിഭാഷകരെയോ കുടുംബാംഗങ്ങളെയോ ആരെയും തന്നെ ഈ ഇമ്രാൻഖാനെ കാണാൻ അധികൃതർ അനുവദിക്കുന്നില്ല ഇപ്പോൾ എന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അത് ഈ നേരത്തെ പറഞ്ഞ മാധ്യമപ്രവർത്തകൻ്റെ വീഡിയോയിലൂടെയുള്ള അവകാശവാദത്തിന് പിന്തുണയേകുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സേനയ്ക്കകത്ത് തന്നെയുള്ള അടക്കം പറച്ചിലുകളാണ്. മൂന്നാമത്തെ കാര്യം ഇമ്രാൻഖാൻ്റെ പാർട്ടി ഇപ്പോൾ ഈ പാകിസ്ഥാനിലെമ്പാടും വലിയൊരു പ്രതിഷേധ സമരത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. നിരവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധം നടത്താനായി തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഇമ്രാൻഖാൻ്റെ പാർട്ടി വലിയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. ഈ 3 ഘടകങ്ങളും
ഒരുമിച്ച് പരിശോധിച്ചാൽ ഇമ്രാൻഖാൻ്റെ ജീവിതം അല്ലെങ്കിൽ ഇമ്രാൻഖാൻ്റെ ജീവൻ അത്ര സുരക്ഷിതമല്ല. അദ്ദേഹം ഒരുപക്ഷെ ജയിലിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കാനോ മരിച്ചു പോകാനോ ഉള്ള സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. 2025 നവംബറിൽ പടർന്നു പിടിച്ചതുപോലെയുള്ള വാർത്തയല്ല, ചില സുപ്രധാനമായ സൂചനകൾ കൂടി ഈ വാർത്തയ്ക്കൊപ്പം പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. തൽക്കാലം എന്തായാലും ഈ അധികൃതർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും തന്നെ പുറത്തുവിടുന്നില്ല. പക്ഷേ അവർക്ക് ഭയമുണ്ട്. പാകിസ്ഥാൻ്റെ സൈനിക നേതൃത്വത്തിനും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭരണ നേതൃത്വത്തിനുമെല്ലാം ഇതിനെക്കുറിച്ച് ഭയമുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അസിം മുനീറിന് ഫീൽഡ് മാർഷൽ എന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ ഉദ്യോഗ കയറ്റം നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് അദ്ദേഹത്തിന് ഉദ്യോഗ കയറ്റം നൽകുന്നത്. സത്യത്തിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രസിഡന്റിൻ്റെയോ ഒക്കെ അധികാരം കൈയാളുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനായി ഇപ്പോൾ അദ്ദേഹം മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ പോലും പാകിസ്ഥാൻ്റെ വിദേശ നയത്തിലും സാമ്പത്തിക നയത്തിലും ഒക്കെ ഇപ്പോൾ ഇടപെടുന്നത് അസിം മുനീറാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ പ്രസിഡന്റിനോ അതിൽ റോൾ ഇല്ലാത്ത ഒരു സാഹചര്യവുമുണ്ട്. അസിം മുനീർ ഇമ്രാൻഖാൻ്റെ ബദ്ധശത്രുവാണ്. ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അസിം മുനീറിനെ ഒതുക്കി നിർത്തിയിരുന്നു. അതിനുള്ള പകയാണ് അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് പാകിസ്ഥാൻ്റെ അധികാരം പിടിച്ചിരിക്കുന്ന ആ സമയത്ത് ഇമ്രാൻഖാൻ ജയിലിലേക്ക് പോകുന്നത്. അഴിമതി കേസുകൾ ചാർജ് ചെയ്താണ് ഇമ്രാൻഖാനെ 14 കൊല്ലത്തേക്ക് ശിക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ കേസിൽ തന്നെ ഇമ്രാൻഖാൻ്റെ ഭാര്യയെയും ശിക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുടുംബാംഗങ്ങളെയോ അഭിഭാഷകരെയോ ഒന്നും നേരത്തെ അങ്ങനെ അങ്ങ് കാണിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ പൂർണ്ണമായും മറ്റുള്ളവരെ ഈ ഇമ്രാൻഖാനെ കാണിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇമ്രാൻഖാൻ എവിടെയാണ്, ഏത് ജയിലിലാണ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നൊന്നും ഇപ്പോൾ പുറം ലോകത്തിന് അറിയാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല ഇമ്രാൻഖാനെ മികച്ച ചികിത്സ നൽകണമെന്നും ഇമ്രാൻഖാൻ്റെ ജീവിതം അത് ജയിലിൽ ഒടുങ്ങരുത് എന്നും അമേരിക്കയെ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പാകിസ്ഥാന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അന്താരാഷ്ട്ര സമ്മർദ്ദം ഏറി വരുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാനെ ജയിലിന് അകത്ത് വച്ച് തീർത്താൽ തീർച്ചയായും അതിനുള്ള ഗുണം ഇപ്പോഴത്തെ പട്ടാള മേധാവിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കുമൊക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്തുണ പിൻവലിച്ചുകൊണ്ട് ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ അല്ലെങ്കിൽ ഇമ്രാൻഖാൻ്റെ ഈ സർക്കാർ പദവിയിൽ നിന്നും അല്ലെങ്കിൽ അധികാരത്തിൽ നിന്നും പുറത്താക്കുകയാണ് അന്നത്തെ പാർട്ടികൾ ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ അതിന് സൈന്യത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നീട് പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും അധികം ഭൂരിപക്ഷമുള്ള പാർട്ടിയായി ഇമ്രാൻഖാൻ്റെ പാർട്ടി മാറിയിരുന്നു. ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിക്കുന്ന സാഹചര്യമുണ്ടായി. നിരോധനത്തിന് ശേഷവും ഇമ്രാൻഖാൻ്റെ പാർട്ടിയിലെ അണികളെല്ലാം സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത്. എന്നിട്ട് പോലും ഇമ്രാൻഖാന് പ്രചരണത്തിന് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. എന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കായിരുന്നു. പക്ഷേ ആ ജനവിധി അട്ടിമറിച്ചുകൊണ്ടാണ് മറ്റ് 2 പ്രതിപക്ഷ കക്ഷികളും ചേർന്ന് പാകിസ്ഥാനിൽ ഒരു സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പും ജനവിധിയും അട്ടിമറിക്കപ്പെട്ടു. അങ്ങനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇമ്രാൻഖാനെ ജയിലിലടച്ചത്. തീർച്ചയായും ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ 8 നിലയിൽ പൊട്ടി. മാത്രമല്ല പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധനായ തീവ്രവാദികളെയെല്ലാം അജ്ഞാതർ വെടിവെച്ച് കൊല്ലുന്നു. പാകിസ്ഥാൻ്റെ ഭരണപരമായ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി ഇതെല്ലാം വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജനരോഷമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും പാകിസ്ഥാനിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഇമ്രാൻഖാൻ്റെ മരണവാർത്ത പുറം ലോകത്തെ പാകിസ്ഥാൻ ഭരണകൂടം അറിയിക്കാത്തത് എന്നൊരു സൂചനയുണ്ട്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇമ്രാൻഖാൻ ജയിലിന് പുറത്തേക്ക് വന്നാൽ അത് തീർച്ചയായും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ ഇമ്രാൻഖാൻ ആകർഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ നയിക്കാൻ ഇമ്രാൻഖാൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സർക്കാരും ഭരണകൂടവും എല്ലാം താഴേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഇമ്രാൻഖാനെ ജയിലിനകത്ത് വെച്ച് ഇല്ലാതാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും വിശകലനം ചെയ്തത്. ഇപ്പോൾ ഈ വാർത്തകൾ ഇങ്ങനെ പുറത്തു വരുമ്പോൾ അത് സത്യമായാൽ തീർച്ചയായും ഇതിനു പിന്നിൽ ഭരണകൂട ഭീകരതയുണ്ടാകും എന്നുറപ്പാണ്.